ആശയങ്ങളാകുന്ന ജീവന മഴ പെയ്തപ്പോൾ അതുവരെ പാണ്ഡിത്യത്തിൻ്റെ കള്ളിച്ചെടികളും ശൃംഗാരത്തിൻ്റെ കൂണുകളും അത് എടുത്തു പറയാതെ വയ്യ. ഇങ്ങനെ മുളച്ചു വന്നിരുന്ന മലയാള കവിതയുടെ മരുഭൂമിയിൽ ഒരു നവവസന്തം പൂവണിഞ്ഞു. ഗദ്യത്തിന് പുതിയൊരു ശൈലി കിട്ടി. പുതിയൊരു എഴുത്തുകാരുടെ നിര ലക്ഷ്യബോധത്തോടെ ഉയർത്തെഴുന്നേറ്റു. കവനവും സാഹിത്യവും സ്ത്രീകളുടെ അവയവങ്ങളിലേക്ക് ഒളിച്ചു നോക്കിയിരുന്ന് അശ്ലീല കവിത ഉണ്ടാക്കി ഉറക്കെ കുലുങ്ങിച്ചിരിക്കലല്ല. ഏറ്റവും കേമൻ താനാണെന്ന് മറ്റുള്ളവരെ കൊണ്ട് പറയിപ്പിക്കാൻ വേണ്ടി മാത്രം താൻ വിശ്വസിക്കാത്ത കാര്യങ്ങളെപ്പോലും തർജ്ജമ ചെയ്യുന്നതുമല്ല. അതൊക്കെ ഒരു ലക്ഷ്യബോധമുള്ള ഗൗരവമേറിയൊരു ദൗത്യമാണ് എന്നുള്ളൊരു നിലപാട് പാവങ്ങൾ വന്നതോടുകൂടി സാഹിത്യരംഗത്തുണ്ടായി. അതാണ് ഏറ്റവും വലിയ കാര്യം. ഒരു ലക്ഷ്യബോധമുള്ള ആളുകൾ ഉണ്ടായി. ആദർശശുദ്ധിക്ക് മലയാള ഭാഷ ഹ്യൂഗോവിനോടും അദ്ദേഹത്തിൻ്റെ വിവർത്തകനായ നാലപ്പാടനോടും അങ്ങനെ കടപ്പെട്ടു. ഫ്രാൻസിലെ അതികായനായ ഹ്യൂഗോവിനെ നാലപ്പാടൻ മലയാള നാട്ടിന് പരിചയപ്പെടുത്തിയപ്പോൾ ഫ്രാൻസിൻ്റെ ആദർശങ്ങളാൽ ആകൃഷ്ടനായ ബാലകൃഷ്ണപിള്ളയും മറ്റൊരു ഫ്രഞ്ച് നോവലിസ്റ്റായ മോപ്പസാങ്ങിൻ്റെ ബെല്ലാമി 1933 തർജ്ജമ ചെയ്തു. 3 നാദങ്ങൾ കൂട്ടിച്ചേർത്ത് അവൻ നാലാമതൊരു നാദമല്ല ഒരു നക്ഷത്രമാണ് നിർമ്മിച്ചത് എന്നർത്ഥം വരുന്ന ഒരു ഇംഗ്ലീഷ് കവിതയുണ്ട്. ഹ്യൂഗോ സൃഷ്ടിച്ച ആ നക്ഷത്രത്തിൽ നിന്ന് മലയാള മണ്ണിൽ പതിച്ച രശ്മികൾ ഇവിടെ അനേകം നാദവീജികൾ ഉയർത്തി. അവയുടെ സംഗീതം ഈ സൈരന്ധ്രീവനത്തെ പുളകാങ്കുരമണിയിച്ചു. അത് കേട്ട് നാലപ്പാടൻ്റെ ആത്മാവും പുളകാങ്കുരമണിഞ്ഞു. അദ്ദേഹം പൂർണ്ണ കാമനായി. ഇത് EMS ഭാവങ്ങൾ വായിച്ചിട്ട് അതിലെ ഫ്രഞ്ച് വിപ്ലവത്താലാണ് ആകൃഷ്ടനായത്. പക്ഷെ പലവരും നാലപ്പാടനടക്കം ആകൃഷ്ടരായത് ആ ഏറ്റവും താഴത്തെ നിലയിൽ ജീവിച്ചിരുന്ന ഒരു കള്ളനും കൊലപാതകിയൊക്കെ ആയിരുന്ന ഒരു തടവ് ശിക്ഷ അനുഭവിച്ച ഒരു പുള്ളിക്ക് ആ മെത്രാൻ്റെ കാരുണ്യം കൊണ്ട് തന്നിലും ഒരു ക്രൈസ്റ്റ് ഉണർന്നെണീറ്റതിലാണ് താല്പര്യം തോന്നിയത്. നോക്കൂ, രണ്ടറ്റത്തുള്ള ആളുകളെയും അത് പ്രചോദിപ്പിച്ചു എന്നുള്ളതാണ്. ഇങ്ങനെയുള്ള ഒരു ആദർശം, 2 തരത്തിലുള്ള ആദർശവുമുള്ള ആ നോവല് അതൊരു പ്രാവശ്യം വായിച്ചു നോക്കിയാലേ നമുക്കതിൻ്റെ ഒരു സുഖം അറിയുള്ളൂ. ചിലരൊക്കെ ആ പുസ്തകത്തിൻ്റെ വലിപ്പം കണ്ടിട്ടും അതിലത്തെ ഭാഷയുടെ ഇതും കണ്ടിട്ടും ഒക്കെ പെട്ടെന്ന് അടച്ചു വയ്ക്കും. അത് ഒരുപാട് ഉണ്ട് എന്നും പറഞ്ഞിട്ട് ഒരുപാടുണ്ട്. പക്ഷേ അതിലത്തെ കാമ്പുള്ള ഭാഗങ്ങൾ, ഏറ്റവും മധുരമായ ഭാഗങ്ങൾ, നമ്മുടെ ഉള്ളിൽ ഉറങ്ങിക്കിടക്കുന്ന ഒരു നന്മയെ, നമ്മുടെ ഉള്ളിൽ ഉറങ്ങിക്കിടക്കുന്ന ഒരു ഈശ്വരത്വത്തെ, അല്ലെങ്കിൽ ഒരു ഡിവിനിറ്റി എന്ന് നമ്മൾ പറയുന്ന ഒരു മാനവികതയെ തീർച്ചയായും വിളിച്ചുണർത്തും എന്നുള്ളതാണ് അതിൻ്റെ ഒരു പ്രത്യേകത. ഇനി നമുക്ക് കവിത്രയങ്ങളെക്കുറിച്ച് നോക്കാം. വള്ളത്തോളും നാലപ്പാടനും ആത്മസുഹൃത്തുക്കളാണ്. പക്ഷെ ഒരാളെ മറ്റൊരാളുടെ ഗുരുവെന്നോ ശിഷ്യനെന്നോ വിളിക്കുന്നതിൽ വലിയ അർത്ഥമില്ലാതെ തോന്നുന്നു. പരസ്പരം അടുത്തറിയുന്ന 2 പേർ താങ്കളുടെ അനുഭവങ്ങളും അറിവിൻ്റെ മണ്ഡലങ്ങളും പരസ്പരം പങ്കിടുമ്പോൾ ഒരാൾ മറ്റൊരാളെ പ്രചോദിപ്പിക്കുക എന്നത് തികച്ചും സ്വാഭാവികമായ ഒരു പ്രക്രിയ മാത്രമല്ലേ. വള്ളത്തോളിൻ്റെയും നാലപ്പാട്ടിൻ്റെയും ആദ്യകാല കൃതികളും അവരുടെ ജീവിതവും പരിശോധിച്ചാൽ ഈ പ്രചോദനം എവിടെ നടന്നു എന്ന് നമുക്ക് ഏതാണ്ട് ഗ്രഹിക്കാൻ സാധിക്കും. 1878 വള്ളത്തോൾ ജനിക്കുന്നത്. നാലപ്പാടിനേക്കാൾ 9 വർഷം മുമ്പ് ജനിച്ചു. ജ്യേഷ്ഠനെ പോലെയാണ്. സംസ്കൃതവും ആയുർവേദവുമാണ് അദ്ദേഹം പഠിച്ചത്. അദ്ദേഹം പൊന്നാനി താലൂക്കിലെ മംഗലം വംശക്കാരനാണ്. ജന്മനാ അദ്ദേഹത്തിന് കവിതാവാസന ഉണ്ട് താനും. ഒരുപാട് മുക്തകങ്ങൾ കൗമാരത്തിൽ തന്നെ രചിച്ച വള്ളത്തോളിൻ്റെ ആദ്യ കൃതി 14-ാം വയസ്സിൽ രചിച്ച വ്യാസാവതാരമാണ്. 14-ാം വയസ്സിൽ. അതിനുശേഷം അദ്ദേഹം കിരാതശതകം, ഗർഭരക്ഷാക്രമം, പോർഷ്യാവിവാഹം, കീചകവധം, ശിശുപാലവധം, ശിശുവിലാസം, പരിഷ്കാരാഭിവൃദ്ധി സമാജം, ചന്ദ്രികാ സ്വയംവരം, വൈദ്യഭൂഷണം, നേത്രാമൃതം, കാശിമഹാത്മ്യം, ഭാരതമഞ്ജരി, ഒരു രാക്ഷസകൃത്യം, ഭഗവത് സ്തോത്രമാല, തപതീ സംവരണം, വഞ്ചിപ്പാട്ട്, വാൽമീകി രാമായണം, മാതംഗലീല, ദണ്ഡകാരണ്യം, അത് ചിത്രയോഗരചനയുടെ ആരംഭമാണത്. ദണ്ഡകാരണ്യം ഇതൊക്കെ രചിച്ചിട്ടുണ്ട്. കൂടാതെ 1913 ആയപ്പോഴത്തേക്കും ഗണപതി വിലാസലതിക ഇവ രചിച്ചിട്ടുണ്ട്. 1914 മാത്രമാണ് അദ്ദേഹം ബന്ധനസ്ഥനായ അനിരുദ്ധൻ, ഒരു കത്ത്, ചിത്രയോഗം എന്നിവ രചിക്കുന്നത്. 1918 മാത്രമാണ് ശിഷ്യനും മകനും രചിക്കുന്നത്. 1921 മഗ്നലത മറിയം രചിക്കുന്നത്. മഗ്നലത മറിയം നല്ല സുഖമുള്ള നല്ലൊരു കവിതയാണത്. ശിഷ്യനും മകനും അതെ നല്ല കവിതയാണ്. അതിൻ്റെ ഇടയിലുള്ളതൊക്കെ
വേറെ എല്ലാം കലർന്ന ഒരു സംഗതികളൊക്കെയാണ്. പിന്നെ 1927 കൊച്ചു സീത വരുന്നത്. എന്തൊരു മധുരമായതാണ് ആ കൊച്ചു സീത അല്ലേ. അത് കലാമണ്ഡലം സ്ഥാപിച്ച ആ വർഷത്തിലാണ് കൊച്ചു സീത വരുന്നത്. 29 അദ്ദേഹത്തിന് കവി സാർവഭൗമൻ എന്ന ബഹുമതി ലഭിക്കുകയും ചെയ്തു. പിന്നെ അദ്ദേഹം കുറേ എന്താ പറയുക, ഒരുപാട് കവിതകൾ ഉള്ള സാഹിത്യമഞ്ജരി വരുന്നത് 1917 അല്ല 17 മുതൽ 70 വരെ ഉള്ള ലഘു കവിതകളാണ് സാഹിത്യമഞ്ജരിയായിട്ട് പുറത്തു വന്നത്. 55 അദ്ദേഹത്തിന് പത്മഭൂഷൺ കിട്ടി. ഇങ്ങനെയൊക്കെയായിരുന്നു അദ്ദേഹത്തിൻ്റെ ജീവിതം. നേരത്തെ നാലപ്പാടനാണെങ്കിൽ 1909 31 വയസ്സിലാണ്, അതായത് വള്ളത്തോളിന് 31 വയസ്സിൽ ബാധിര്യം ബാധിക്കുമ്പോൾ നാലപ്പാടിന് 20 വയസ്സായിട്ടുള്ളൂ. രാസാവതാരം മുതൽ മതംഗലീല വരെയുള്ള കവിത രചിച്ച് അന്നത്തെ കവികൾക്കിടയിൽ നല്ല പേര് സമ്പാദിച്ച വള്ളത്തോളിന് കൈതപ്പൂവ്, നക്ഷത്രങ്ങൾ, അസൂയ, മടി, മാതൃഭൂമി എന്ന 5 കവിത മാത്രം രചിച്ച് മലയാള കവിതാ രംഗത്ത് ലബ്ധപ്രതിഷ്ഠനായിട്ടില്ലാത്ത നാലപ്പാടിനെ സന്തത സഹചാരിയായി കിട്ടുന്നത് ബാധിര്യം ബാധിച്ചപ്പോഴാണ്. അദ്ദേഹത്തിൻ്റെ കൂടെ ഒരാൾ നടക്കണ്ടേ. 5 വർഷത്തിന് ശേഷം നമ്മൾ കാണുന്നത്, അതായത് നാലപ്പാടൻ കൂടെ നടക്കാൻ തുടങ്ങി 5 വർഷത്തിന് ശേഷം നമ്മൾ കാണുന്നത് വള്ളത്തോൾ തൻ്റെ ചിരകാല ശീലം വിട്ട് ബന്ധനസ്ഥനായ അനിരുദ്ധൻ എന്ന മനോഹരമായ കവിത എഴുതുന്നതാണ്. അതുവരെയുള്ള അതൊക്കെ വിട്ടു അദ്ദേഹം അതോടുകൂടി. ഇതെങ്ങനെ എന്താണെന്നുള്ളതല്ല അവിടെ ചോദിക്കുന്നത്, ഇതിനെയാണ് ഉണ്ടായിരിക്കുന്നത്. അപ്പോൾ പരസ്പരമാണ് ആ പ്രചോദനം എന്നല്ലാണ്ട് ഒരാളുടെ ശിഷ്യനോ ഗുരുവോ ആണെന്ന് പറയാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. ആ കൊല്ലം തന്നെയാണ് പുകയില മഹാത്മ്യവും സുലോചനയും പൗരസ്ത്യദ്വീപും ഒക്കെ പുറത്തു വരുന്നത്. 1917 മുതലാണ് വള്ളത്തോൾ തന്നെ വള്ളത്തോളാക്കിയ സാഹിത്യമഞ്ജരിയിലെ കവിതകൾ രചിക്കാൻ തുടങ്ങുന്നത്. പടിപടിയായി മുന്നോട്ട് പോയി മലയാളികളുടെ മുഴുവൻ പ്രിയങ്കരനായ കവിയാവുന്നത്. താൻ തെക്കൻ കളരിയിലും കൊടുങ്ങല്ലൂർ കളരിയിലും വെച്ച് ആദ്യം അഭ്യസിച്ചതും ആദ്യകാലത്ത് നിർവഹിച്ചിരുന്നതുമായ സംസ്കൃത ഭാഷാ വിവർത്തനങ്ങളും മറ്റും നിർവഹിച്ചുകൊണ്ട് തന്നെ അദ്ദേഹം റൊമാൻറ്റിസിസത്തിൻ്റെ കളരിയിലേക്ക് നീങ്ങി നിന്നു. 39 വയസ്സ് മുതൽ എഴുതിയ കവിതകളാണ് സാഹിത്യമഞ്ജരി.